കോഴിക്കോട് പാലക്കാട് റൂട്ടിലേക്ക് പോയാൽ ഭുജലക്ഷ്മി അവിടെ നേരത്തെ തച്ചമ്പാറയിൽ അരുൺ ശങ്കർ പോയല്ലോ, അതേ തച്ചമ്പാറയിൽ ഇപ്പോൾ ഇംതിയാസ് നിൽപ്പുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഇത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാഹനാപകടത്തിൽ അവിടെ 2 പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് നടന്ന വാഹന അപകടങ്ങളെ കുറിച്ച് അരുൺ ശങ്കർ നേരത്തെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അപകടങ്ങൾക്കെല്ലാം കാരണമെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇംതിയാസിലേക്ക് പോകാം. ഇംതിയാസ്, ഇവിടെ ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് റോഡിനെ സംബന്ധിച്ച് നേരത്തെ MP തന്നെ പറഞ്ഞു, പാർലമെന്റിലടക്കം അശാസ്ത്രീയമാണ്. NHAIയുടെ ഭാഗത്തു നിന്ന് ഈ റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാനുള്ള വളവുകൾ നിവർത്താനുള്ള നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MP തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ റോഡിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല അശാസ്ത്രീയ നിർമ്മാണം ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ്. തച്ചമ്പാറയിലെ അവസ്ഥ എന്താണ്? അഭിലാഷ്, തീർച്ചയായിട്ടും നേരത്തെ അരുൺ ശങ്കർ എല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഇത്തരത്തിൽ ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടാവുന്ന നിരവധി സ്പോട്ടുകളുണ്ട്. അതിലൊന്നാണ് തെച്ചമ്പാറയിൽ നിൽക്കുന്ന, ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാം, ഇതൊരു S വളവാണ്. ഈ S വളവിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഇവിടെ ഒരു അപകടമുണ്ടായി, 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നടക്കം അവർ പറയുന്നുണ്ട്. അതായത് ഈ S വളവ് നിൽക്കുന്ന ഈ സ്ഥലത്ത് തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്ന ഒരു പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഈ S വളവ് കയറി, ആദ്യ വളവ് കയറി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു വില്ലേജ് ഓഫീസാണ്, തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്. നിരന്തരമായി സ്കൂൾ ബസ്സുകളടക്കം സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്. ഇവിടെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണോ? തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് ഈ വില്ലേജ് ഓഫീസിനോട് ചേർന്നുള്ള ഈ വളവിൽ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. പ്രധാനമായിട്ടും അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം തന്നെയാണ് പ്രധാന ഘടകം. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ബന്ധപ്പെട്ട അധികാരികൾ ഈ സൈറ്റ് വന്ന് സന്ദർശിക്കാതെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് 266 കോടിയോളം രൂപ ചെലവഴിച്ച് പാലക്കാട് കോഴിക്കോട് ഹൈവേ വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച റോഡാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ധാരാളം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു പ്രദേശം. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സ്കൂളുകളും മറ്റു കാര്യങ്ങളുള്ള ഒരു പ്രദേശം. അവിടെയാണ് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, എടായിക്കൽ പൊന്നങ്കോട് ഭാഗത്ത് ഇതുപോലുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. മുള്ളത്തുപാറ വളവിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും എനിക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നിശ്ചിത വീതി മാത്രം മണ്ണോ മറ്റ് എർത്ത് വർക്കുകളോ ചെയ്ത് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി മുൻവശത്ത് നിന്ന് എതിരെ വരുന്ന വാഹനത്തെ കാണുന്ന രീതിയിൽ ഇടപെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപകടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ണു തുറന്നത് കാണണം. ഞാനൊരു വിമർശനാത്മകമായി ഒരു കാര്യം എനിക്ക് ചാനലുകാരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ വിഷയം 2 ദിവസമായി വലിയ തോതിൽ എടുത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഈ അപകടങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേതെങ്കിലും വിഷയങ്ങളാണ് ഏറ്റെടുക്കുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ സ്ഥിരമായി അധികാരിയുടെ കണ്ണു തുറപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട്. ഈ പ്രവൃത്തി നടക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിൽ അധികാരികളെ സൂചിപ്പിക്കാനൊന്നും നിങ്ങൾ ഇടപെട്ടിട്ടില്ല? പഞ്ചായത്തിന്റെ നേതൃത്വത്തിലൊന്നും ഇടപെടലുകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല? ഇത് പ്രവൃത്തികൾ നടക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നൊരു വ്യക്തമായ ഒരു സ്ഥിതി നമ്മളൊരു ജനപ്രതിനിധി ആയിട്ട് പോലും നമ്മൾക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ്. പൊതുജനങ്ങൾക്ക് അത്രമേലും കിട്ടില്ല. ഹൈവേയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാവുന്നത് കൊണ്ട് അത് കേസാവും വിഷയമാവുമെന്ന് പറഞ്ഞ് ജനങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പല മേഖലകളിലും സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം അവിടെ നിർത്തും. അവിടെ പ്രവൃത്തികൾ ചെയ്യാതെ മറ്റു മേഖലകൾ കൃത്യമായി ചെയ്ത് അതവിടെ ബാക്കിയിട്ട് പോകുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ റോഡിൻ്റെ പുരോഗതിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നിലവിൽ അതാണ് സാഹചര്യം. ഇതൊരു സ്ഥിരം അപകട മേഖലയാണെന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അപകടങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അതെ, ഇത് സ്ഥിരമായിട്ട് അപകടം നടക്കുന്നൊരു മേഖലയാണ്. ധാരാളം അപകടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഒരു 2 വർഷത്തിനുള്ളിൽ 5ഓളം പേരിവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങൾ 8-10 അപകടങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളെ കാണാത്ത രീതിയിലാണ് ഈ വളവുള്ളത്. സർക്കാരിൻ്റെ ഭൂമി തന്നെ അപ്പുറത്തെ സൈഡ് കിടക്കുന്നുണ്ട്. ആ ഭൂമി എടുത്താൽ തന്നെ നമുക്ക് വളവ് നൂർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ആ വളവ് നൂർത്തി കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങളെ കാണാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്.